ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ യുവർ ബോയ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ എല്ലാവരും നോക്കുമായിരുന്നു. ഫോർച്യൂൺ മലയാളം, അതെ, ഫോർച്യൂൺ ഒരാൾക്ക് ഡിക്കിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ചേട്ടന്റെ വണ്ടിയുടെ കളക്ഷൻസിനെ പറ്റി പറയാം. അല്ല, എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. ആണോ? എല്ലാവരും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ, വൈ കോമറ്റ്? ലൈക്ക് ഓവർ ടിയാഗോ ഇവി കോമറ്റ് ഇവി എടുക്കാൻ ഉള്ള ഒരു സെറ്റപ്പ് എങ്ങനെ? സോ നമ്മൾ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ MG കോമറ്റ് ഇവിടെ കാണാം. MG കോമറ്റിന്റെ ബേസ് എഡിഷൻ ആണിത്. അപ്പം ബേസിക്കലി ഇലക്ട്രിക് വെഹിക്കിൾ ഏതെടുത്താലും നമുക്കൊരു കൺസേൺ കാണും. ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിലുള്ളത്. സിട്രോൺ ഉണ്ട്, പിന്നെ ടിയാഗോ ഉണ്ട്, പിന്നെ MG ഉണ്ട്. സിട്രോൺ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ടിയാഗോയും കോമറ്റും ആണ് നമ്മൾ മെയിനായിട്ട്. MG കോമറ്റും ടിയാഗോ, ടിയാഗോയും MG കോമറ്റും ആണ് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് MG കോമറ്റ് എടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് MG കോമറ്റ് എടുത്തത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയേണ്ടത്. അപ്പം പുള്ളിക്കാരൻ നമുക്ക് നേരെ തന്നെ വിളിക്കാം. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഹരി. ഹരി. അപ്പം MG കോമറ്റ് ഫസ്റ്റ്, MG കോമറ്റിന് പറയുന്നതിന് മുന്നേ നമുക്ക് ചേട്ടൻ്റെ വണ്ടിയുടെ കളക്ഷൻസിനെ പറ്റി പറയാം. കളക്ഷൻ ആയിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സെനെസ്റ്റിലോ. സെനെസ്റ്റിലോ? അത് കൊടുത്തിട്ടാണ് ഞാൻ കോമറ്റ് വാങ്ങിച്ചത്. ഓ, സെനെസ്റ്റിലോ കഴിഞ്ഞിട്ട് കോമറ്റ് മേടിച്ചു. അതിനിടയ്ക്ക് ഒരു പുതിയ വണ്ടിയായിട്ട് ടിയാഗോ EV ആണോ? EV അല്ല, ഓട്ടോമാറ്റിക് ഒന്നെടുത്തു. അപ്പൊ ടിയാഗോ ഓൾറെഡി ഉണ്ടായിട്ടും ടിയാഗോ EV എടുക്കാതെ ഇതെടുത്തു. ഓക്കെ, അപ്പൊ അതിലോട്ട് നമുക്ക് വരാം. അപ്പം ടിയാഗോ ഓട്ടോമാറ്റിക് വീട്ടില് ഫാദറിന്റെ കയ്യിലൊരു ഡസ്റ്റർ ഉണ്ട്. ഈ മൂന്ന് വണ്ടി ഉണ്ടായതിനു ശേഷം അപ്പം സെന്ന് കൊടുത്തിട്ടാണ് ഇതെടുത്തത്. അപ്പം ഇതിപ്പോ എടുത്തിട്ട് എത്ര കാലമായി? ഇത് ഒക്ടോബറിൽ എടുത്താണ്. ഒക്ടോബർ 2023 ഒക്ടോബർ നമ്പറുണ്ട്. 25 ഒക്ടോബർ 2023 നമ്പർ കിട്ടുന്നത്. ഓക്കെ. അപ്പം ഒക്ടോബറിനാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ പാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡസ്റ്റർ ഉണ്ട്, ടിയാഗോ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ സെനെസ്റ്റിലോ ഉണ്ടായിരുന്നു, കൊടുത്തു. ഓക്കെ. അപ്പം ഇനി അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ, എല്ലാവരും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ, വൈ കോമറ്റ്? ടിയാഗോ നമുക്ക് ഇവിടെ EV ഉണ്ടായിട്ടും ടിയാഗോ ഓട്ടോമാറ്റിക് ഓൾറെഡി ഉണ്ടായിട്ടും കോമറ്റിലോട്ട് എന്തുകൊണ്ട് പോയി? കോമറ്റിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ വണ്ടിയുടെ ഒരു ഒതുക്കം. ഓക്കെ. പുതിയൊരു പുതുമയായിട്ടുള്ള ഡിസൈൻ കണ്ടിട്ട് പുതിയ ഡിസൈനാണ്. പിന്നെ ഞങ്ങള് യാത്ര ചെയ്യുന്ന രാവിലെ 3 പേര് ഈ വണ്ടി പോകുന്നുണ്ട്. ഞാനും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്. ഞാനും വൈഫും മോളുമാണ് മെയിനായിട്ട് ഇതിൽ പോകുന്നത്. എവിടെയാണ് ട്രാവൽ ഡേ ടു ഡേ? ഒരു ദിവസം ഇവിടെ ഈ വീട്ടിൽ താമസം മാറിയ ശേഷം ഒരു ദിവസം ഒരു 50 കിലോമീറ്റർ താഴെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ദിവസം 50 കിലോമീറ്റർ എന്തായാലും ട്രാവൽ 30 to 50 കിലോമീറ്റർ എല്ലാ ദിവസവും തന്നെ ട്രാവൽ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എങ്ങനെയാണ്? അപ്പോൾ ഒരു ദിവസം പോയി വരുമ്പോൾ ചാർജിങ്ങോ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എനിക്ക് ഒരു ദിവസം ചാർജ് ചെയ്യാൻ ഒരു 25%, ഒരു 30% ഒക്കെയാണ് ചില ദിവസങ്ങളാവുന്നത്. ഓക്കെ. ട്രാഫിക് പോലെയാണ്. ട്രാഫിക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കുറയാം. അപ്പം ഇതിൽ ഫാസ്റ്റ് ചാർജിങ് വരത്തില്ല? ഫാസ്റ്റ് ചാർജിങ് ഇല്ല. പുതിയ മോഡലിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പുതിയ മോഡലിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടല്ലേ? ഓക്കെ, നൈസ്. അപ്പം ഇതിപ്പോ എത്ര കിലോമീറ്റർ മൊത്തത്തിൽ ഓടി? ഇപ്പം ഒരു 11,000 കിലോമീറ്റർ ആയി. 11,000 ആയി. 6 മാസം. അപ്പൊ 6 മാസത്തെ റിവ്യൂ അല്ലേ? 6 മാസം എടുത്തിട്ട് 11,000 കിലോമീറ്റർ ഓടി. അപ്പം കുറച്ച് കോൺസ് ആയാലും പ്രോസ് ആയാലും നമുക്ക് ഇതിൽ പറയാൻ കാണുമല്ലോ. അപ്പോൾ ഒന്നൊരു നല്ലൊരു കാര്യം ഇതിനെ പറ്റി പറയുക. നല്ലൊരു കാര്യം, ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ വണ്ടി കൊണ്ട് ലോങ് പോയിട്ടുള്ളത് തൊടുപുഴ വരെ പോയിട്ടുണ്ട്. സിംഗിൾ ചാർജിലല്ല. എൻ്റെ വീട് പാലയിലാണ്. പാലയിലെ വീട്ടിൽ ഞാൻ പോകുമ്പം സിംഗിൾ ചാർജിൽ പാലയിലെത്തും. വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് തിരിച്ചും ഇവിടെ എത്തും. ഒരു 30%, 25 to 30% ബാലൻസും കാണും. അതായത് ഓൾമോസ്റ്റ് 185 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 to 30% ബാലൻസ് കാണും. അതായത് മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടും തൊടുപുഴ പാല വരെ? 182 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുന്നത്. ഓക്കെ. അത്രയും പോയിട്ട് തിരിച്ചു വരാനുള്ളതും കാണും? അല്ല, അത്രയും അവിടെ വരെ ചെന്ന് കഴിയുമ്പോൾ തന്നെ 25% ബാലൻസ് ഇതിലുണ്ടാവും. ഓക്കെ. അപ്പം അത്രയും പോകുമ്പോൾ ഉള്ള റണ്ണിങ് കോസ്റ്റ്, അപ്പൊ അതിന്റെ ഇടയിൽ ചാർജ് ചെയ്യുന്ന പരിപാടിയില്ല. മൊത്തത്തിൽ 180 കിലോമീറ്റർ. അപ്പം മൊത്തത്തിൽ കമ്പനി എത്രയാണ് ക്ലെയിം ചെയ്യുന്നത്? കമ്പനി 200 ആണ് ഇതിൽ കാണിക്കുന്നത്. 220 വരെ കിട്ടുന്ന ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എത്ര കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ ഈ പറഞ്ഞ കണക്കിലാണെങ്കിൽ 180 പ്ലസ് 25% ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു 50 കിലോമീറ്റേഴ്സ് ഓടാനുള്ളതാണ്. അത്രയും കിട്ടും. അപ്പം ഓൾമോസ്റ്റ് 230 വരെ 230 കിട്ടും. അപ്പം കമ്പനി പറയണേക്കാളും നമുക്ക് കിട്ടുന്നുണ്ട്. 250 വരെ വേണേലും പോകും. കുറച്ചുകൂടെ ഒന്ന് എക്കോണമിക്കലായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോ ഏത് മോഡലായിട്ട് ഓടിക്കുന്നത്? അപ്പം ഞാൻ എക്കോ മോഡലിട്ടാണ് ഓടിച്ചു പോയിരുന്നത്. എക്കോ മോഡൽ. അപ്പം റീജൻ എത്രയിലായിട്ടാണ് പോകുന്നത്? റീജൻ ഒരു ഹെവിയിലിടും, അതായത് ടോപ്പിലുള്ള, അതായത് നമ്മൾ സിംഗിൾ പെഡൽ യൂസ്, അതായത് ബ്രേക്കിന്റെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് റേഞ്ച്. അപ്പൊ റണ്ണിങ് കോസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ ബൈക്കോ അല്ല യൂസ് ചെയ്യുന്നുണ്ടോ? ബൈക്കില്ല, കാറ് മാത്രമേ ഉള്ളൂ. അപ്പം റണ്ണിങ് കോസ്റ്റ്. അപ്പൊ ഒരു ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ ടിയാഗോ
ഓട്ടോമാറ്റിക്. അപ്പോൾ അത് വെച്ച് ഇതിന്റെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കറണ്ട് ബില്ല് വന്നു കാണുമല്ലോ 6 മാസം ആകുമ്പോൾ. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് കുറവാണ്. ഓ, വീട്ടിൽ നിന്ന് ചാർജ് പുറത്തുനിന്നാണ് ചാർജ് ചെയ്യുന്നത്. പുറത്തുനിന്ന് എങ്ങനെ സ്റ്റേഷൻസ് ഉണ്ടോ? സ്റ്റേഷനിലല്ല, KSEBയുടെ പോസ്റ്റിലുള്ള ചെയ്യാറുണ്ട്. പിന്നെ ലുലുല് പോകുമ്പം ഗോയിസിയുടെ അവിടെ ചെയ്യും. ഓക്കെ, വീട്ടിൽ ചെയ്യണ കുറവാണ്. അപ്പോൾ ഈ ദിവസം ഓട്ടം 50 കിലോമീറ്റർ എങ്ങനെയാ കവർ ആവുന്നത്? ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിനടുത്തൊരു പോസ്റ്റിൽ ഇതുണ്ട്. അപ്പോൾ 2 ദിവസം കൂടുമ്പം ഞാൻ അവിടെ ചാർജ് ചെയ്യാനുണ്ട്. ചാർജ് മോഡ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൽ അറിയാൻ പറ്റും എവിടെയാണ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഓ, അങ്ങനെയാണ് സംഭവം അല്ലേ? അപ്പം ബിഗിനർ ഫ്രണ്ട്ലി ആണോ ഇത്? അതായത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആൾക്കാർ കുറച്ച് പേടിക്കുന്നത് ഇൻസ്റ്റന്റ് ടോർക്കാണല്ലോ. ഇപ്പോൾ ഏതായിരുന്നു ഇപ്പം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര പിക്കപ്പ് ആയിരിക്കും ഇതിൽ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്ന് ഓടിച്ച് പരിചയമായി കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല, സുഖമായിട്ട് കൊണ്ടു നടക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു നല്ല മഴയത്താണ് ഈ വണ്ടി ഇവിടെ ഈ വീട് പണി നടന്നുകൊണ്ട സമയത്താണ് ഈ കയറ്റം കയറി വന്നത്. നിങ്ങൾ കയറി വന്നപ്പം കണ്ടു കാണും, സാമാന്യം നല്ല കയറ്റമുണ്ട്. ആദ്യം വരുന്ന ആരാണേലും ഒന്ന് അറക്കും. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എക്കോ മോഡിൽ വണ്ടി കയറി പോരും. എക്കോ മോഡിൽ കയറി വരും. എക്കോ മോഡിൽ കയറി വരും. എക്കോ മോഡിൽ കയറി വരുന്നത് വണ്ടിയിൽ ഒരു 3 പേര് ഇരുന്നാലും കയറി വരും. 3 പേര് ഇരുന്നാലും കയറി വരും എക്കോ മോഡിൽ. നൈസ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി എവിടെ എന്താണ് പറയാനുള്ളത്? ബിൽഡ് ക്വാളിറ്റി സ്ട്രോങ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി ചെറുതായതുകൊണ്ട് ഒരു ഇഡി ടെസ്റ്റിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഒരു അതെ, ബാക്കിലെ ഡിക്കിയൊക്കെ തുറന്ന് അടയ്ക്കാനൊക്കെ നല്ല സൈസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടല്ലേ. നമ്മളിപ്പോ സുസുക്കി ആയിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അല്ല, അത് ഓരോന്നും ഓരോ രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവരുടെ ഒരു രീതിയിൽ വണ്ടി ചെറുതാണ്, അപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് കോസ്റ്റ് ശരിക്കും കുറവാണ്. പ്രത്യേകിച്ച് അധികം കോസ്റ്റ് ഒന്നും നമ്മൾ അഡീഷണൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പറയുവാണെങ്കിൽ മാത്രം, സെറാമിക്കോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വാഷിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം മാറ്റി വെക്കണം എന്ന് പറയുകയാണെങ്കിൽ അതും മാത്രമേ വരുന്നുള്ളൂ. അതിൽ ലേബർ അവർ ഒഴിവാക്കി തരുന്നുണ്ട്. ലേബർ ഒഴിവാക്കും, ലേബർ കോസ്റ്റ് ഇല്ല. അപ്പൊ സാധാരണ ഇപ്പൊ 6 മാസം ആയി കാണുമല്ലോ. അപ്പൊ എത്ര രൂപ ആയി കാണും ഒരു ST വെച്ചിട്ട്? ഒരു പെർ സർവീസ് എത്ര രൂപ ആയി കാണും? ഇപ്പൊ ഒരു 1500 രൂപ ആ റേഞ്ചിനകത്ത് 2000 താഴെ ആവുന്നുള്ളൂ പെർ സർവീസ്. 2000 താഴെ. ഓക്കെ. എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു സർവീസിന്? യൂഷ്വലി എല്ലാം ചെക്ക് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ എന്നാണ് അവർ നമ്മളത് പറഞ്ഞത്. കാരണം വേറെ ഒന്നും മാറ്റാൻ എഞ്ചിൻ ഓയിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെക്കിങ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നൊരു തവണ നൈട്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടൊരു പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നൈട്രജൻ അത് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ചെറിയ അഡീഷണൽ പറയുന്ന കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ആക്സസറീസ് നേരത്തെ പറഞ്ഞ പോലെ മാറ്റ് സൈഡിൽ 3D മാറ്റ് മാത്രമേ, പിന്നെ സൈഡിൽ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പം റൈഡ് എങ്ങനെയുണ്ട്? റൈഡ് സേഫ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഏത് വഴി കൂടെ കൊണ്ടുപോകാം. ഒരു 2-3 ബൈക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ 2 ബുള്ളറ്റ് ഇരിക്കുന്ന സ്പേസിനകത്തൂടെ ആണെങ്കിലും വണ്ടി കടന്നു പോകും. AC കൂളിംഗ് എങ്ങനെ? AC നല്ല കൂളിംഗ് ആണ്. പിന്നെ ഫാൻ സ്പീഡ് 9 ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒച്ചയുണ്ട്. ഇപ്പൊ നമ്മളിപ്പം 2 ലിറ്ററിക്കാണ്. 2 ലിറ്ററിക്കുമ്പോ വലിയ കുഴപ്പമില്ല, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും. ഈ ഒരു ചിലവര് പറഞ്ഞ് ഞാൻ കേട്ടുള്ളതെന്ന് വെച്ചാൽ AC ഇട്ട് വേണമെങ്കിൽ വെറുതെ വണ്ടി നിർത്തി ഇരിക്കാം. നമ്മളിപ്പോ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, വലിയ ചാർജ് ഡിഫറൻസ് വരത്തൂലെന്ന് കേട്ടിട്ടുണ്ട്. 2% ഇപ്പൊ തന്നെ 2% ഉള്ളു. അപ്പൊ എത്ര ഉണ്ടായിരുന്നു? നമ്മളിപ്പോ ഒരു 100% കിടന്നതാ. ഈ ഒരു കയറ്റം കയറി വന്നു, അതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഒരു 1% ചാർജ് ഇവിടെ വെയിലടിച്ച് തണുപ്പിക്കുന്ന പരിപാടി. ഓക്കെ. അപ്പൊ ചാർജ് പെട്ടെന്ന് ഡിറ്റോറിയേറ്റ് ആവുന്നില്ല. ബാറ്ററിയുടെ കോസ്റ്റോ അതൊക്കെ അതിനെ പറ്റി കൺസേൺ ആയിരുന്നു? ബാറ്ററിയുടെ കോസ്റ്റ് അവര് 7 ലക്ഷം രൂപയാണ്. 7 ലക്ഷം രൂപയുടെ അല്ല, സോറി, 2.5 ലക്ഷം രൂപയൊക്കെ ആവും എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ. ഒരു പ്രാവശ്യം മാറാൻ ഫുള്ള് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. 2.5-3 അവർ പറയുന്നത്. നമ്മള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഫസ്റ്റ് ടൈം എടുത്താണ് എല്ലാരും. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും EV വണ്ടി ഉണ്ടോ? എന്റെ കസിൻ ഒരു ടിയാഗോ EV ഓടിക്കുന്നുണ്ട്. ടിയാഗോ EV ഉണ്ട്. അപ്പം ചേട്ടന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഒരുമിച്ച് എടുത്താണ്. ആക്ച്വലി പുള്ളിയാണ് ആദ്യം ഈ വണ്ടി പോയി നോക്കിയത്. അപ്പം പുള്ളിയുടെ മദറിന് ബൈക്കിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രായമായവർക്ക് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെല്ലാരും ഈ 4 ഡോറുള്ള ഒരു കൺസെപ്റ്റ് വിശ്വസിച്ചും കണ്ടും ശീലിച്ചിട്ട് പെട്ടെന്ന് 3 ഡോറിലോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അപ്പൊ ചേട്ടന്റെ അച്ഛനും കേറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ? അച്ഛൻ കുഴപ്പമില്ലാതെ കയറുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം ടിയാഗോ എടുത്ത പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പുള്ളി ഹാപ്പിയാണ്. പുള്ളി ഇപ്പൊ ഓൾമോസ്റ്റ് 13,000 കിലോമീറ്റർ ആയി. ഞങ്ങൾ ഒരുമിച്ച് വണ്ടി എടുത്തത്. പുള്ളി എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആദ്യം എടുത്തു. ഒക്ടോബർ ആദ്യം ഏതാണ്ട് 6 മാസം. രണ്ടുപേരും 6 മാസം വ്യത്യാസം, ഒരു 10-15 ദിവസം വ്യത്യാസം ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്കിനി ഓട്ടിച്ചൊന്ന് സംസാരിക്കാം. ചെറിയ വഴി തിരിക്കാൻ ഈ ഒരു വഴിയല്ലേ? ചെറിയൊരു വഴിയല്ലേ ഇത്? അതെ, ഫ്രണ്ട് കാണിച്ചു. ഇത്രേ ഉള്ളൂ.
ഇത് വളയ്ക്കാൻ ചുമ്മാ പറ്റും. ബൈക്ക് വളയ്ക്കണ ലാഘവത്തി വളയ്ക്കാൻ അല്ലേ? സെൻസർ ആണല്ലേ ഇതില്? ടോപ്പ് എൻഡിൽ ക്യാമറയാണോ? ടോപ്പ് എൻഡിൽ ക്യാമറ. ഓ, ടോപ്പ് എൻഡിലെ സ്ക്രീന് ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ. ഓൾമോസ്റ്റ് ഒരു 15,000 പെട്രോളിനാവും. ഓക്കെ. അപ്പൊ ആ ഒരു പൈസ അല്ലെങ്കിൽ ഒരു 12 to 15 ആവും. ഞാൻ അതുകൊണ്ട് ഈ വണ്ടി ഫുൾ EMI എടുത്തു. EMI ഫുൾ എടുത്തു. അപ്പൊ EMI എമൗണ്ട് ഓൾമോസ്റ്റ് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അതായത് ടിയാഗോ അപ്പൊ എങ്ങനെയാണ് ഇത് വാല്യൂ ഫോർ മണി ആവണോ ചേട്ടന്? എനിക്ക് ആക്ച്വലി ഇതിലൊരു അസറ്റ് അഡീഷൻ പോലെ കിടക്കും. ദിവസവും കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ 80 കിലോമീറ്ററോളം വണ്ടി ഓടിയിരുന്നു. 80 കിലോമീറ്റർ. ഞാനൊരു 45% ഇന്ന് ചാർജ് ചെയ്തു. ഓക്കെ. 45% ഓൾമോസ്റ്റ് ഒരു 8 യൂണിറ്റ് കറണ്ട് കയറി. 8 യൂണിറ്റ് അത്രേ കയറുന്നുള്ളൂ? അത്ര മതി. കാരണം ബാറ്ററി കപ്പാസിറ്റി 17.5 ആണ്. 17.5 കിലോ വാട്ട് ആണ്. ആവശ്യം സസ്പെൻഷൻ സോഫ്റ്റ് ആണല്ലേ? ആണ്. ഇപ്പൊ തന്നെ വലിയൊരു ഹമ്പല്ലേ നമ്മൾ ഇറങ്ങിയത്. എന്റെ വണ്ടിയിലാണെങ്കിൽ തെറിച്ചാണ് ഞാൻ. നമ്മൾ ശരിക്കും കൊണ്ടു നടക്കുന്ന എങ്ങനെയാണോ ആ ഒരു രീതിയിൽ വണ്ടി പൊയ്ക്കോളൂ. മനസ്സിലായി. എന്റെ വീട്ടിലെ AC-ക്ക് തന്നെ ഒരു ദിവസം ഫുൾ ഇടണമെങ്കിൽ 5 യൂണിറ്റ് കറണ്ട് ആവും. ഇത് ഫുൾ കറണ്ട് ചാർജ് ആവാൻ എത്ര യൂണിറ്റ് ആവും? 17 കിലോവാട്ട്. 17 യൂണിറ്റ്. 17 കിലോവാട്ട് യൂണിറ്റ്. അതെ, 17 യൂണിറ്റ് ആവും ഒരു ഫുൾ ചാർജ്. എത്ര കിലോമീറ്റർ? 220 കിലോമീറ്റർ ഓടാൻ. 220 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ഓടിക്കുന്ന എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. നമ്മളിപ്പോ സ്പോർട്സ് മോഡിൽ ഇട്ടാണ് വണ്ടി കൂടുതൽ ഓടിക്കുന്നതെങ്കിൽ അത്രയും കൂടുതൽ ഇതായിരിക്കും, പെട്ടെന്ന് ചാർജ് തീരും. നമ്മൾ സ്ഥിരമായിട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ കയറ്റം കയറി പോകുന്നതിന് ചിലപ്പോൾ ഒരു 1% കുറഞ്ഞിരിക്കും. ഡെപ്തുള്ള കയറ്റമാണ്. അതുപോലെ ആ ഇറക്കം ഇറങ്ങി വരുമ്പം ചിലപ്പോ ഒരു 0.5 കയറിയിരിക്കും. കയറിയിരിക്കും. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരു പെർസെന്റേജ് കുറയും. നേരെ മറിച്ച് നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ കൂടെ ഡെയിലി കമ്മ്യൂട്ട്, അതായത് പിള്ളേരെയും വിട്ട് ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഡെയിലി ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരൊക്കെയാണ് കോമറ്റ് EV എടുക്കേണ്ടത്? ലൈക്ക് ഓവർ ടിയാഗോ EV കോമറ്റ് EV എടുക്കാൻ ഉള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാണ്? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഈ ഒരു 3 ഡോർ എന്നുള്ള കൺസെപ്റ്റ് ഇഷ്ടപ്പെടണം. പുതിയൊരു കൺസെപ്റ്റ് ഇഷ്ടപ്പെടണം. കാരണം നമ്മുടെ നാട്ടില് 4 ഡോർ അല്ലാത്തൊരു വണ്ടിയും ഒരു എന്താ പറയാ ഒരു കാറായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാന് സജസ്റ്റ് ചെയ്യുന്ന ഡെയിലി ഒരു 10, 50 അല്ലെങ്കിൽ 60, 70 കിലോമീറ്റർ ഓടിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഡെയിലി ഓടുന്ന ഒരാൾക്ക് ഈ വണ്ടി ഓക്കെയാണ്. 50. ഈ ചേട്ടനാണെങ്കിൽ ബേസ് വേരിയന്റ് എടുത്തതിന്റെ ലക്ഷ്യം എന്താണ്? ഓവർ ദ ടോപ്പ് എൻഡ് ടോപ്പ് മോഡൽ ആക്ച്വലി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അഡീഷണൽ ആയിട്ട് വരുന്നത്? അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. കീ ഇല്ല, കീയുടെ ആവശ്യമില്ല. പിന്നെ കൂടാതെ കുറെ അവരുടെ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ഒരുപാട് ഫീച്ചേഴ്സ് സ്ക്രീൻ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻസർ വരുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ സെൻസർ ഉണ്ട്. ക്യാമറ വരുന്നു. ഫ്രണ്ട് ക്യാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു ചെറിയ വണ്ടിക്ക് ഇപ്പം ക്യാമറ ഒരു അവശ്യ ഘടകമായിട്ട് തോന്നിയിട്ടില്ല. അത് ഓട്ടോ ഡീമിംഗ് ആണോ? ഓട്ടോ ആണ് തോന്നുന്നു. ഇതിലല്ല. റേഞ്ച് സെയിം ആണ്. റേഞ്ച് കൂടുതലെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് മോഡലോട്ട് നോക്കിയാണ്. കാരണം ഞാനിതൊരു 9 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡിൽ എടുത്തു. മറ്റേത് ഓൾമോസ്റ്റ് ഒരു 11 രൂപ ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. ടിയാഗോ ആണെങ്കിലോ ആ ഒരു എമൗണ്ടില് ടിയാഗോ 11 ലക്ഷത്തിന് കിട്ടുമോ? ടിയാഗോയും 11-12 ഒക്കെ ആവും തോന്നുന്നു. എന്റെ കസിൻ ഉപയോഗിക്കുന്നുണ്ട്, നിബു എന്നാ പുള്ളിയുടെ പേര്. പുള്ളി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇടയ്ക്ക് മാറി ഉപയോഗിക്കാറുണ്ട്. ഒരു ലോങ് ഒക്കെ പോകുമ്പോൾ ഞാൻ കോമന്റേക്കാളും കൂടുതൽ അതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ലോങ് ആണെങ്കിൽ ഞാൻ സിറ്റിയിൽ ഇത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഏത് തിരക്കിനകത്തൂടെയാണെങ്കിലും കൊണ്ടുപോകാം. ചെറിയ വഴിയാണെങ്കിലും കൊണ്ടുപോകാം. ഡിക്കി സ്പേസ് ഒരു ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മള് സിറ്റി ഡ്രൈവിനും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു, അതായത് ലോങ് ട്രിപ്പ് പോകുന്നില്ലാത്ത ഒരാൾക്ക് ഡിക്കിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡിക്കി സ്പേസിന്റെ ആവശ്യം. കാരണം എനിക്ക് 2 ലാപ്ടോപ്പ് അതിനകത്ത് വയ്ക്കാം. ലാപ്ടോപ്പ് വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. കുഞ്ഞാണ്. അല്ല, ഒരു 4-5 ലാപ്ടോപ്പ് വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അതിന്റെ കൂടെ തന്നെ എന്തോ പഞ്ചർ കിറ്റോ അങ്ങനെ എന്തോ പഞ്ചർ കിറ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ ചാർജിങ് ഒരു കിറ്റ് ഉണ്ട്. പിന്നെ വണ്ടി വാങ്ങിച്ചപ്പോ ഒരു എന്താ പറയാ ഒരു വണ്ടിയുടെ കവർ ഒരെണ്ണം ഉണ്ട്. വണ്ടി കവർ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെയുള്ള ഇതെല്ലാം അതിനകത്ത് വെച്ചിട്ടുമുണ്ട്.
സിട്രോൺ ഒക്കെ നോക്കിയായിരുന്നു കോമ്പറ്റീഷൻ വേറെ ടിയാഗോ അല്ലാണ്ട് ടിയാഗോയും നോക്കി ഞാനൊരു ബേസ് മോഡൽ വണ്ടി എന്നുള്ള രീതിയിലാണ് EV എന്നുള്ള രീതിയിലാണ് ഇത് എടുത്തത്. സിട്രോൺ നല്ല വണ്ടിയാണ്. ഞാൻ പല ചാർജിങ് സ്റ്റേഷനും കാണുമ്പോൾ പലരും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പം ഒരു എന്താ ഒരു പെട്ടെന്ന് എല്ലാവരും ഒരു കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മെമ്പറും ആണ്. ഒരു ഇവോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവോക്ക് EV ഓക്കെ. അതൊരു ചാർജിങ് പോയിന്റിന്റെ പേരല്ലേ? ചാർജിങ് പോയിന്റും ഉണ്ട്. അതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. നമ്മൾ ഏത് രാത്രിയില് എവിടെ വന്ന് പെട്ടാലും ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ ആരെങ്കിലും അല്ല, എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു വണ്ടി സർവീസ് ചെയ്യുന്നതിനകത്തൊരു പ്രശ്നം വന്നു, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. അതൊരു ബാക്ക് സീറ്റ് കംഫർട്ട് എങ്ങനെയാണ്? 100% സുഖമാണ്, വലിയ കുഴപ്പമില്ല. സിറ്റിക്കകത്ത് നടക്കാൻ കൊള്ളാം. സിറ്റി ഡ്രൈവ്, അതായത് അവര് വണ്ടിയുടെ മെയിൻ ലക്ഷ്യം തന്നെ സിറ്റിയാണ്. സിറ്റി ഡ്രൈവ് ആണ്. ബാക്കിൽ വലിയ വൈഫ് ബാക്കിലിരിക്കും അതോ കുട്ടിയാണോ ബാക്കിൽ? കുട്ടികൾ ബാക്കിൽ ഇരിക്കും, രണ്ടുപേരും ബാക്കിലായിരിക്കുന്നത്. നിങ്ങൾക്ക് 4 പേർക്കും ഒരു കുഞ്ഞു ഫാമിലിക്ക് സുഖമാണ്. ഈ പറഞ്ഞാല് കുഞ്ഞു ഫാമിലിന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു 3 പേര് പോകുന്ന ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോയി ഒരു ഓട്ടോ വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 60 രൂപ കൊടുക്കണം. ഇത് അത്ര ആവത്തില്ല. 60 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30% ചാർജ് ചെയ്യാം. 30% ചാർജ് ചെയ്തിട്ട് 100 കിലോമീറ്റർ വേണമെങ്കിൽ ഓടാം. ആദ്യമായിട്ടാണോ ഇത് ടിയാഗോ കോമറ്റ് നമ്മള് MG എവിടുന്ന് എടുത്ത? മലയാളം MG നോ? ഫോർച്യൂൺ മലയാളം. അതെ, ഫോർച്യൂൺ മലയാളം ട്രിവാൻഡ്രത്തുള്ള അവരുടെ എടുത്താണ്. ഇഞ്ചക്കലാണോ ലൊക്കേഷൻ? ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോ? അവിടെ ചെന്നു. നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു, സുമ എന്ന് പറഞ്ഞൊരു മാഡം ആയിരുന്നു. സുമി പുള്ളിക്കാരെ അറിയാം. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ചെന്നു, വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണമെന്ന് പറഞ്ഞു. വണ്ടി ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. വണ്ടി ഞങ്ങള് ഇഷ്ടപ്പെട്ടിട്ടാണോ പോയത്? പുറമെ 1-2 വണ്ടി കണ്ടു, പിന്നെ യൂട്യൂബിലും അതിലൊക്കെ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടെസ്റ്റ് ഡ്രൈവിന് വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നു ടെസ്റ്റ് ഡ്രൈവിന്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണല്ലേ ഇത്? ഇറങ്ങിയ സമയത്ത് അതൊരു ഭയങ്കര പുതുമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. ആരായാലും നോക്കും, ആരായാലും അല്ല, എല്ലാരും നോക്കുമായിരുന്നു. റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഇത് ഏതാണ് വണ്ടി, ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിന് വില എത്ര, എല്ലാം അറിയാൻ ഭയങ്കര കൗതുകം. ഇത് ചാർജ് ചെയ്താണ് ഓടുന്നത്, ബാറ്ററി എവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിലല്ല ബാക്കിലല്ല, ഇത് റിയർ വീൽ അടിഭാഗത്തായിട്ടാണ്. റിയൽ വീൽ ഡ്രൈവ് അല്ലേ? അതെ, റിയൽ വീൽ ഡ്രൈവ് ആണ്. മിക്ക വണ്ടിയും ഫ്രണ്ട് വീൽ ഡ്രൈവ്. ഇത് റിയൽ വീൽ ആയിട്ട് ഏത് കയറ്റവും കയറി പോകും. സെന്റർ ഓഫ് ഗ്രാവിറ്റി ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അതെ. ഇപ്പൊ ഭയങ്കര കൗതുകമായിരുന്നു, ഭയങ്കര അതിഭീകരമായ കൗതുകമായിരുന്നു. ഞാൻ ഈ വണ്ടി കൊണ്ട് എടുത്തിട്ട് ലോങ് പോയത് പാലാ വരെയാണ് ആദ്യം പോയത്, കോട്ടയം. പാലാ വരെ പോവാന്ന് പറയുന്ന ഒരു 185 കിലോമീറ്റേഴ്സ് ഉണ്ട് വീട്ടിലോട്ട്. അപ്പൊ എന്റെ വീട് അവിടെയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഈ സിറ്റിയിലല്ലാതെ വേറൊരിടത്ത് ഈ വണ്ടികൾ കണ്ടിട്ടില്ല. റൂറൽ ഇല്ല, ഭയങ്കര കൗതുകമായിട്ടുള്ള നോട്ടമാണ്. പിന്നെ ചാർജിങ് സ്റ്റേഷൻ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാരും വന്ന് നോക്കും, എത്രയായി, എങ്ങനെയാണ് ചാർജ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ വണ്ടി കയറ്റം കയറുവോ. അതൊക്കെയാണ് എല്ലാവർക്കും അറിയാം. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ വണ്ടി? ഞാൻ റെക്കമെൻഡ് ചെയ്ത് 1-2 പേര് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് യൂസർ റിവ്യൂ ഒക്കെ എങ്ങനെയാണ്? റീസെന്റ് എടുത്താണ്, അവർക്ക് ആക്ച്വലി വില കുറഞ്ഞാണ് ശരിക്കും വണ്ടി കിട്ടിയത്. അതെങ്ങനെയാ? ഇപ്പം MG വണ്ടിക്കൊക്കെ 1 ലക്ഷം രൂപയോളം വില കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറവാണോ? ഇപ്പോഴും കുറവാണ്. അപ്പം ചേട്ടൻ ഇപ്പൊ 9 ആയത് സ്ഥിതിക്ക് ഇപ്പൊ 8 രൂപയ്ക്ക് കിട്ടും. അപ്പം ഞാൻ 9 രൂപ മുടക്കിയെങ്കിൽ ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് എടുക്കാം. ഇത് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഈ കയറ്റമല്ല ഞാൻ വന്നത്, ഈ കയറ്റമാണ് കയറി വന്നത്. ഈ ഇത്രയും കയറിയപ്പോ ഇനി കുഴപ്പമില്ലായിരുന്നു. ഈ റൈറ്റിലുള്ളയോ ലെഫ്റ്റിലുള്ള വീടായിരിക്കും അതായിട്ട്. അതല്ല, ഇത് ജസ്റ്റ് കയറുകയാണ് ഈ കയറ്റം. ഞാനിപ്പോ എക്കോ മോഡില് കയറുകയാണ്. ഈ വീടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സ്ലോ ചെയ്ത് അപ്പൊ ഈ ഒരു കയറ്റം വന്നു. അപ്പൊ ഈ കയറ്റം ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു വീട് വല്ലതും ആയിരിക്കും. ഈ വണ്ടിക്ക് ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കയറ്റം കയറി ആക്സിഡന്റ് ഒന്ന് വിട്ടു, വണ്ടി വിട്ടു, കാലെടുത്തിരിക്കുകയാണ്.
വണ്ടി നിൽക്കും, വണ്ടി നിന്നു, നിന്നിട്ട് ഒരു 2-3 സെക്കൻഡ് നിൽക്കും അല്ലേ? 5 സെക്കൻഡോളം 5 സെക്കൻഡ് നിന്നിട്ട് ഓക്കെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വീണ്ടും കാല് കൊടുക്കുന്നു, വണ്ടി എടുത്ത് കയറി പോകുന്നു. അപ്പൊ ഇവിടെ വരെ എത്തിയപ്പോ എനിക്ക് ഡൗട്ട്, ഇനി എന്താണ്, ഇനി ഏത് വീട്, ഈ വീടായിരിക്കും എന്ത് മൊത്തത്തിൽ ഇവിടെ എത്തിയപ്പോ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ടയർ ചെറുതാണ് അല്ലേ? ഇതിന്റെ ടയർ വളരെ ചെറുതാണ്, ഓട്ടോയുടെ സൈസ് ആണ്, ഓട്ടോയുടെ സൈസിലുള്ള ടയറാണ്. പക്ഷെ കയറ്റം കയറുമോ എന്നൊരു ഡൗട്ട് മാത്രം ആരും ചോദിക്കരുത്, അതിനാണ് ഈ വീഡിയോയിൽ നല്ല എന്റെ AC ഇട്ടാണല്ലേ പോകുന്നത്. ഓക്കെ, ഇതാണ് വീട്. അപ്പൊ ഇത്രയും കയറിയപ്പം ഇവിടെ ഒന്ന് കൈ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മള് എന്റെ റിറ്റ്സ് അവിടെ കിടക്കുക, അവിടെ ഉണ്ടോ വണ്ടി? എന്നിട്ട് ഇത്രയും കടയപ്പോ എന്റെ വണ്ടി അവിടെ ആ ഒരു സ്ഥലത്തില്ലേ, അവിടെ എത്തിയിട്ട് വണ്ടി ഹാഫ് ക്ലച്ചിൽ വണ്ടി ഓഫായി പോകും. പിന്നെ സൗണ്ട് കേട്ടിരുന്നു, പുറച്ചൊക്കെയാണ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ വെച്ച് തീർന്നു തന്നെ വിചാരിച്ചു, ഇന്ന് ബാക്കിലോട്ട് പോയെന്ന് തന്നെ വിചാരിച്ച്. സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആണല്ലേ? ലൈറ്റ് ആണ്, വേറെ സീനൊന്നുമില്ല. സസ്പെൻഷൻ ലൈറ്റ് ആണ് അല്ലേ? സിറ്റിയിലൊക്കെ ഓട്ടിച്ച് നടക്കാൻ പറ്റിയ സെറ്റപ്പാണ്. സിറ്റി ഡ്രൈവിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനം. ഈ റിവ്യൂ തന്നതിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത ടിയാഗോ EV നിബുവിന്റെ ടിയാഗോ EV. സോ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസർ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് മീ വെറസ് ബോയ്സ് സൈനിങ് ഔട്ട് ഗൈസ്.